ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമ്മളെ കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അകലത്തിൽ ഇതാക്കണ ഈ കാണുന്ന വീട് 2 നില വീട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കിയാണി ഇത് കണ്ടില്ലേ, ചുറ്റും മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്, മിറ്റെല്ലാം ഫുള്ള് ഇൻ്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആ കാണുന്ന കിണറാണ് കേട്ടോ. ഞങ്ങൾ നോക്കിയാണി NH 66 ആ കാണുന്നത്, കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇതാക്കണ ഈ കാണുന്ന 7.25 സെൻറ്റ് സ്ഥലം, അതിനകത്ത് ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ്. നിലാങ്കര അമ്പലത്തിന്റെ അടുത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടില്. നിലാങ്കര എന്നാണ് ഇങ്ങോട്ട് പറയുന്ന പേര് കേട്ടോ. അതാ ഈ കാണുന്ന തന്നെയാണ് വീട്. ചുറ്റുഭാഗം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്, അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഏരിയ കേട്ടോ. കറണ്ടിന് ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കുന്ന ഇവിടെ തന്നെ ഉണ്ട്. ഫ്രണ്ട് തന്നെ സ്ഥലത്തിന്റെ അതിര് ഇതാക്കുന്ന ഫ്രണ്ട് അതിര് പറഞ്ഞ് തുടങ്ങുകയാണ്. അവിടം വരെയാണ് ഏകദേശം ഈ മതിൽക്കെട്ടിന്റെ അടം വരെയാണ് ഇതിന്റെ എൻഡ് വരുന്നത് കേട്ടോ. ചുറ്റുഭാഗം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. പിന്നെ അങ്ങനെ നോക്കിയാണെങ്കിൽ ആ കാണുന്ന NH 66 നമ്മൾ കാഞ്ഞങ്ങാട് സൗത്ത് നിന്ന് മാവുങ്കാൽ പോണ വഴിയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയിലുണ്ട്. ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ വെറും 2 കിലോമീറ്റർ ദൂരമുള്ളൂ. അതുപോലെ കാഞ്ഞങ്ങാട് നമ്മളെ ജില്ലാശുപത്രിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. ഇനി വരെ നമുക്ക് സ്ഥലത്തിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലും വീടും സ്ഥലം മൊത്തത്തിലൊന്ന് കാണാം. നമുക്ക് വാ പോയോക്കാം. അപ്പോളേ സ്ഥലത്തിന്റെ ഫ്രണ്ട് അതിരി എൻഡ് ഇതാക്കണം ഇവിടം വരെയാണല്ലോ കേട്ടോ. ഇതാക്കണം ഇതേപോലെ ചുറ്റുഭാഗവും മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കണാണ്. പിന്നെ ഇതാക്കണം ഈ സൈഡിലും ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ചുറ്റുപാടിനും വീടുകളിലാണ്. പിന്നെ ഇതാക്കുന്ന ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഏത് വണ്ടി വേണേലും നേരെ മിറ്റത്തോട്ട് കയറാൻ സൗകര്യത്തിനുള്ള വലിയ ഗേറ്റ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാക്കുന്ന മിറ്റെല്ലാം ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നേരെ അങ്ങോട്ട് മുറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്താൻ സൗകര്യമാണ്. ഇനിയിപ്പോൾ നമ്മളെ കാഞ്ഞങ്ങാട് ഏരിയയിൽ കാഞ്ഞങ്ങാട് ടൗണിനോടൊക്കെ ചേർന്നൊരു വീടും സ്ഥലമൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാക്കണം നിങ്ങൾക്ക് പറ്റ കിടില ഒരു മുതലാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വണ്ടിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാക്കണം. ആ കാണുന്ന ഹ്യൂണ്ടായിൻ്റെ ഷോറൂമാണ് ആ കാണുന്നത്. അതേമാതിരിക്ക് തൊട്ടിപ്പുറത്ത് നമുക്ക് KVRൻ്റെ മാരുതിൻ്റെ ഷോറൂമാണ് ആ കാണുന്നത് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മളെ എന്താ പറയുക കാഞ്ഞങ്ങാട് സൗത്തേക്ക് പോയി കഴിഞ്ഞാൽ പോപ്പുലാറിൻ്റെ മാരുതി ഷോറൂം ഉണ്ട്. വണ്ടിയൊക്കെ ഇതാക്കുന്നത് നേരെ നമുക്ക് കൊണ്ടുവന്ന് നിർത്താൻ സൗകര്യമാണ്. ഈ കാണുന്നത് പോർച്ചാണ് കേട്ടോ. വലിയ പോർച്ച് തന്നെയാണ്. ഏത് വണ്ടി വേണേലും കൊണ്ടുവന്ന് നിർത്താൻ സൗകര്യമാണ് പോർച്ചിലോട്ട്. പിന്നെ ഇതാക്കണം മിറ്റത്തിൻ്റെ ഈ സൈഡിലേക്കും അതുപോലെ ഈ സൈഡിലോട്ടും 2 സൈഡിലോട്ടും വണ്ടി നിർത്താൻ അത്രയും ഗ്യാപ്പ് ഉണ്ട് മിറ്റത്ത് കേട്ടോ. 2-3 വണ്ടി ഇപ്പോൾ നിലവിൽ നിർത്താനുള്ള ഗ്യാപ്പ് നമുക്ക് മിറ്റത്തുണ്ട്. പിന്നെ ഫുള്ള് ഇൻ്റർലോക്ക് എല്ലാം ചെയ്താണ് മിറ്റമെല്ലാം. ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാനൊക്കെ പറ്റണം കേട്ടോ. ഫുള്ള് എവിടെയും ഒരു പുല്ലോ കാടോ ഒന്നും മുളയ്ക്കൊന്നുമില്ല. പിന്നെ ഇതാക്കണ ഫ്രണ്ട് ഭാഗം ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ട് അകത്ത് സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. ഇനി പോയോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് കേട്ടോ. ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടാണ്. നിലമൊക്കെ ഫുള്ള് ടൈലിട്ടിട്ട് നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണ ഫ്രണ്ടിലോട്ടുള്ള മെയിൻ ഡോറാണ് ഈ കാണാൻ. ഡബിൾ ഡോറാണ് വരുന്നത്. ജനൽ വാതിൽ കട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ നല്ല പച്ചപ്പാണ്. ഫുള്ള് നല്ല പച്ചപ്പ്, നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഇനി ഇങ്ങോട്ട് വരും, നമുക്ക് അകത്തോട്ടൊന്ന് പോയേക്കാം. ഇങ്ങോട്ട് വരി. അകത്തോട്ട് വരുമ്പോൾ ഇതാക്കണം ഹാളൊക്കെ നല്ല സൗകര്യമുള്ള വലിയ ഹാളാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു കൂളായിട്ടാണ് നമ്മൾ അകത്തോട്ട് വരുമ്പോൾ. നല്ല തണുപ്പാണ് കേട്ടോ. ഇതാക്കണം ഈ ഭാഗത്തോട്ട് കണ്ടല്ലോ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് നേരൊക്കെ നോക്കിയാൽ നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ റൂമുകൾ ഇതാക്കണം ഇവിടെയാണ്. ആദ്യത്തെ റൂം ഇവിടെയാണുള്ളത്. പിന്നെ 2ാമത്തെ 3ാമത്തെ റൂം മേലാണുള്ളത് കേട്ടോ. നമ്മൾ ഹാളിൽ നിന്ന് ഇതാക്കണം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ഇതൊന്ന് കാണാം. അങ്ങോട്ട് വരും. അത് നല്ല എന്താ പറയാ, നല്ല സ്പേസ് ഉണ്ട്, നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ജനൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഫ്രണ്ടിലോട്ട് ഇതാക്കണ ഒരു 4 കള്ളി ജനല് ഫ്രണ്ടിലോട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഈ സൈഡിലോട്ടും ഉണ്ട് 4 കള്ളി ജനലും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഇതാക്കണം എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലോ, TV ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒന്ന് TV കണ്ടിരിക്കാനൊക്കെ അത്രയും നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ വാളെല്ലാം ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹാളിനോട് ചേർന്ന് തന്നെ ഹാളിൽ തന്നെ ഇവിടെ ഒരു ഷെൽഫെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. പഠിക്കാനോ അതല്ലെങ്കിൽ പിന്നെ അതിനുള്ള സൗകര്യം എല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇപ്പോൾ ഒരു ഡൈനിങ് ഏരിയ പോലെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാം കേട്ടോ. ഒരു 4-5 ആൾക്ക് ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിനുള്ള അത്രയും വലിയ മേശ ഇട്ട് കഴിഞ്ഞ് കഴിക്കാനുള്ള അത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. വലിയ മേശ എല്ലാം ഇടാൻ. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയറിൻ്റെ ചോട്ടിൽ തന്നെ കേട്ടോ. ഹാളിൽ തന്നെയാണ് നമുക്ക് സ്റ്റെയർ എല്ലാം ഉള്ളത്. പിന്നെ നമുക്ക് ഇതാക്കണം ഈ സൈഡിലൊരു പാർട്ടീഷൻ വാൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഹാളിൽ നേരെ നമുക്ക് ഇവിടെ ഈ കാണുന്ന പൂജാമുറിയാണ്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ പൂജാമുറി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ റൂമോട് കണ്ടാലോ? ഇവിടെ വരി ഇതാണ് നമ്മളെ ആദ്യത്തെ റൂം എന്ന് പറയുന്നത് കേട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു വലിയൊരു കട്ടിലും ഒരു അലമാര കെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും സ്ഥലം ഗ്യാപ്പ് കിടക്കുകയാണ്. ഇത് കണ്ടില്ല, ആ സൈഡിലേക്ക് ഒരു 3 കള്ളി വലിയ ജനലുണ്ട്, ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി വലിയ ജനലുണ്ട്. ഇത് നമ്മൾ ഓരോന്ന് പ്രത്യേകം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. 3 കള്ളി ജനൽ 4 കള്ളി ജനൽ എന്നൊക്കെ പ്രത്യേകം എടുത്ത് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതാക്കണം ഇവിടെയൊക്കെ റൂഫൊക്കെ ഉണ്ടല്ലേ, എവിടെ ഒരു ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ നീറ്റായി കിടക്കുകയാണ്. വൈറ്റ് കളറിൽ എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഡോറൊക്കെ കണ്ടില്ലേ, ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് ഡോറൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂമൊക്കെ ആണെങ്കിലും വലിയ ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈൽ കണ്ടില്ലേ, വേറെ കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഇതാണ് നമ്മളെ താഴ്ന്ന് ഉള്ള ആദ്യത്തെ റൂം കേട്ടോ. ബാക്കി റൂം മേലെയാണുള്ളത്, 2 റൂം മേലെയുള്ള മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. അപ്പം നമുക്ക് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരി, നമുക്ക് ഇതിൽ നടക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ആ ഡോറൊക്കെ തുറന്നിട്ടോണ്ടേ ഇങ്ങോട്ട് വരി, അടുക്കള കാണിച്ചു തരാം. അടുക്കളയൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കള. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ, പാതകം എല്ലാം കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നോക്കി, ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, പാത്രങ്ങളോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെയ്തിട്ടുണ്ട് അതുപോലെ കേട്ടോ. നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ പറ്റും, അതിനുള്ള സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണേ, ഈ ഭാഗത്താണ് നമുക്ക് പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാനുള്ള വേറെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്, വേറെ വലിയ ഷെൽഫായിട്ടുള്ള അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നിലം കണ്ടല്ലേ, വേറെ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, വലിയ അടുക്കള തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജോ സാധനങ്ങളോ ഒക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനുള്ള സ്വിച്ച് ബോർഡും സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മിക്സി എല്ലാം വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇവിടെ തന്നെ നമുക്ക് പ്ലഗ് കുത്തിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ സുഖമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊണ്ടിറക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വർക്ക് ഏരിയയാണ്, വർക്ക് ഏരിയയും കൂടി ഒന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ നോക്കിയാണെങ്കിൽ നമ്മൾ അടുക്കളേന്നേ ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ വാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഹാളിൽ നിന്ന് കാണിച്ചു തന്നില്ലേ, അപ്പോൾ അതാണ് ഇത് കേട്ടോ. ഫുള്ളിൻ്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് ലൈറ്റെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്, പല കളറിലുള്ള ലൈറ്റെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരും, നമുക്ക് വർക്ക് ഏരിയയും കൂടി ഒന്ന് കാണാം. ഇങ്ങോട്ടും വരും, വർക്ക് ഏരിയയിലോട്ട് വരാണ്ടെങ്കിലും വർക്ക് ഏരിയ എല്ലാം വലിയ വർക്ക് ഏരിയയാണ്. പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ വിറകടുപ്പുണ്ട്, ആലുവടുപ്പാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ചുറ്റുഭാഗം ടൈലൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. താഴെ വിറകൊക്കെ എടുത്ത് വയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്ഥലവും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഗ്രില്ലാക്കിയൊക്കെയാണ്, നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ട്. പിന്നെ നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂമൊക്കെ വലിയ ബാത്റൂമാണ് കേട്ടോ. നല്ല കളർ ടൈലാണ് ബാത്റൂമിൻ്റെ ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ഈ ബാത്റൂമിൻ്റെ മേലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിറക്, അടയ്ക്ക, കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരിക, നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് കണ്ടില്ല, ഇവിടെ ഫുള്ള് ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിലമൊക്കെ ഫുള്ള് ടൈലിട്ടേക്കാണ് കേട്ടോ. ഇനി നമുക്ക് വിറകോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു സൗകര്യത്തിനാണ് ഇവിടെ ഇത്രയും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാക്കണം, നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടെയൊക്കെ ഫുള്ള് വീടുകളുണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ ആയിട്ടുള്ള വീടുകളാണ്. നമ്മൾ ഈ മതിൽക്കെട്ടിൻ്റെ തൊട്ടപ്പുറത്തേക്ക് തന്നെ ഇഷ്ടം പോലെ വീടുകളാണ്. ചുറ്റുഭാഗം ഇതേപോലെ കെട്ടിയേക്കാണ്. നിങ്ങൾ നോക്കിയാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പറഞ്ഞാൽ കിണറാണ് ഈ കാണുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളം. നിങ്ങൾ നോക്കിയാണ് നല്ല തെളിഞ്ഞ് കിടക്കണ വെള്ളം, പളങ്ക് മാരിക്ക്. ചുറ്റുഭാഗം കിണറിന്റെ ചുറ്റുഭാഗം കെട്ടിയിട്ടുണ്ട്. അടിയിൽ നിന്ന് തൊട്ട് മേലെ വരെ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. ഫിൽറ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് പറഞ്ഞാൽ പച്ച വെള്ളം തന്നെ കോരി കുടിക്കാൻ നമുക്ക്. ഇനിയിപ്പോൾ അകത്തേക്ക് എന്തെങ്കിലും വെള്ളത്തിന്റെ ആവശ്യത്തിന് കോരണം എന്നൊക്കെ ഇതാക്കണം, ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. മുറ്റത്തേക്ക് അയിലും തില്ലിയും ഓടിച്ചാടിയും പറമ്പക്കൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ വീടിന്റെ താഴത്തു നിന്നുള്ള സൗകര്യങ്ങൾ ഇത്രയ്ക്ക് കേട്ടോ. ഇനി നമുക്ക് മേലെ പോയിട്ട് ബാക്കി റൂമുകളൊക്കെ മേലെ ഉള്ളത് മേലെ പോയിട്ട് ഞാൻ അതും കൂടി ഒന്ന് കാണാം. സ്റ്റെയർ നോക്കിക്കേ, നല്ല കളറിൽ എല്ലായിടത്തും ഒരേ കളറിൽ ടൈലാണ് ഇട്ടിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ പിടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു വീട് കേട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. ഇടയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് പിന്നെ ബാക്കി സ്റ്റെപ്പ് ഇങ്ങനെ കയറാം. ഒരു 4 സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ പിന്നെയും വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇവിടെ കണ്ടെങ്കിൽ ജനലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് ഗ്ലാസ് ഇട്ട് വയ്ക്കാണ് അവിടെ കേട്ടോ. അവിടെ നോക്കി നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ഹാളിൽ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ തന്നെ കാണാം നമുക്ക്, ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നാൽ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു ഹാള് പോലെ ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് കിടക്കുകയാണ്. നല്ല വെളിച്ചം കേട്ടോ. എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഈ സൈഡിൽ നമുക്കൊരു പാർട്ടീഷൻ വാളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഇവിടെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
ഇവിടേക്ക് വരുമ്പോൾ എന്തോ ഒരു വെളിച്ചം അറിയാം. ഇവിടെ വേറെ ജനലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ്. ഇനി ഇങ്ങോട്ട് വരും. ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകളൊക്കെ ഓരോന്ന് കാണട്ടോ. ഇവിടെ നമുക്ക് 2 റൂമുള്ളത്. ഒരു റൂം ഈ ഭാഗത്തും രണ്ടാമത്തെ റൂം ഈ ഭാഗത്തും ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ റൂം ആദ്യത്തെ കാണിച്ചു തരാം. ഡോറൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് മരമാണ്. ഇനി വരി. റൂം നോക്കിയാണെങ്കിൽ വലിയ റൂം തന്നെ, നല്ല സൗകര്യമാണ്. വലിയ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. വലിയ റൂമാണ്. പിന്നെ നമുക്ക് കോർണറിലാണ് ജനൽ വരുന്നത്. ഈ ഇങ്ങോട്ട് ഇതാക്കണേ, ഈ സൈഡിലോട്ട് 4 കള്ളി ജനലുണ്ട്. അതുപോലെ നാല് കള്ളി ജനൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ടും കേട്ടോ. ഇവിടെ ജനലല്ല, ഇവിടെ പാർട്ടീഷൻ വാളായിട്ട് ഇങ്ങനെ ചെയ്തേക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഈ റൂമിൻ്റെ ഇത്രയും സൗകര്യങ്ങൾ കേട്ടോ. നല്ല വലിയ റൂം തന്നെയാണ്. ഇനി അടുത്തത് കാണിച്ചു തരാം. അടുത്ത റൂം ഈ ഭാഗത്താണുള്ളത്. കണ്ടില്ലേ, 3ാമത്തെ റൂം വലിയ റൂമാണ്. നമ്മളിപ്പോൾ കണ്ട അതേപോലെ തന്നെ 3 റൂമുള്ള 3ഉം വലിയ റൂം തന്നെയാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. എല്ലായിടത്തും ഒരേപോലെയാണ് ടൈൽ ഇട്ടിട്ടുള്ളത്. ജനൽ, വാതിൽ, കട്ടില സാധനങ്ങളൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ്. എല്ലാ റൂമിനും 3 കള്ളി ജനലുണ്ട് 2 സൈഡിക്കും. പിന്നെ ഇതാക്കണം വാതിൽ, ഈ വാതിലും ഇതൊക്കെ മരം തന്നെയാണ് കേട്ടോ എല്ലായിടത്തും മൊത്തത്തിൽ. അപ്പോൾ റൂമുകൾ ഇത്രയൊക്കെയാണ് കേട്ടോ, 3 റൂമും. ഇനി ഇതാക്കണ കോമൺ ബാത്റൂം. ഇവിടെ ബാത്റൂം വലിയ ബാത്റൂമാണ്. നല്ല വീട് അല്ലേ, നല്ല സൗകര്യമുള്ളൊരു വീടാണ്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരി. നിങ്ങൾ വന്ന് നോക്കിയാണ് നിങ്ങൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള കാഴ്ച ഒന്ന് കാണാൻ. നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ, നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. ഫുള്ള് പച്ചപ്പും വണ്ടികളൊക്കെ ഇങ്ങനെ പോണത് കാണാം. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക, കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം. നമുക്ക് നല്ല രസമാണ്. അകത്തേക്കും കാണാം കേട്ടോ. ഇവിടേക്കൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള തെങ്ങാണ് ഈ കാണാം കേട്ടോ. ഇവിടെ ഒരു 3 തെങ്ങുണ്ട് നമ്മളെ മുറ്റത്ത് തന്നെ. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരി. നമുക്ക് അടുത്ത സൗകര്യം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇവിടേക്ക് വേറൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ മേലെ കേട്ടോ. തുണികളൊക്കെ വിരിക്കുകയാണെങ്കിൽ അതിനെല്ലാം പറ്റും. അതിനുള്ള അയാണ് ഈ സ്റ്റീലിൻ്റെതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തുണികളെല്ലാം തേച്ച് മടക്കി എടുത്ത് വെക്കണത്, അതുപോലെ ഷർട്ടോ തുണിയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ആങ്കറിൽ ഇങ്ങനെ തൂക്കി വയ്ക്കാനൊക്കെ സുഖമാണ്. അതിനൊക്കെ പറ്റും. പിന്നെ ഇതാക്കണം ഇവിടെ വേറെ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ, വാഷിംഗ് മെഷീൻ വെക്കാം. അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം ആക്കിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്, പൈപ്പും എല്ലാം ഉണ്ട്. പിന്നെ ഇതാക്കണ് ബാക്ക് സൈഡിലോട്ടുള്ള വീടുകളാണ് ഈ കാണുക കേട്ടോ. ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇതൊക്കെ അയൽവാസികളാണ്. എല്ലാവരും നല്ലൊരു ഒത്തൊരുമയിൽ പോണ നല്ലൊരു ഏരിയ. എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് മിണ്ടിയും പറയാനൊക്കെ എല്ലാവരും കാണും ചെയ്യും. എല്ലാവരും മുറ്റത്തോട്ടും കാണും ചെയ്യും അല്ലേ. അപ്പോൾ ഇതാക്കണേ ഇങ്ങോട്ട് വരുമ്പോൾ ഇനി ഈ ഭാഗത്തേക്ക് ഇവിടെ വേറൊരു ഗ്യാപ്പായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു തയ്യൽ മെഷീനെല്ലാം ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ വാളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ്. ഈ ഗ്യാപ്പിലെല്ലാം ഗ്ലാസ് ഇട്ടേക്കാണ്. പിന്നെ ഇവിടെ ഈ കാണുന്നത് ബാത്റൂം അല്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ ഡോറ് കാണുമ്പോൾ ബാത്റൂമാണ് കരുതും കേട്ടോ. നോക്കിയാണ് ഇത് സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ചെറിയ റൂം പോലെ. അത്ര ചെറുതല്ല, നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇപ്പം നിലവിൽ 2 വലിയൊരു അലമാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തുണികളൊക്കെ എടുത്ത് വെക്കണമെങ്കിലോ ഇനിയിപ്പോൾ എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു സ്റ്റോർ റൂമാണ് ഇപ്പോൾ കേട്ടോ. എല്ലാ സൗകര്യമുണ്ട് നമ്മളെ ഒരു വീടിന്. എവിടെയൊന്നും വൃത്തികേടായിട്ട് കിടക്കുക ഒന്നുമില്ല. നമ്മളെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ള് കാണുന്നതേ പോലെ മതിലെല്ലാം കെട്ടിയിട്ടേക്കുന്നതാണ്. ചുറ്റുഭാഗം അതിൻ്റെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ് സ്റ്റാൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ. അതുപോലെ തന്നെ സ്കൂളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കാഞ്ഞങ്ങാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുർഗ ഹൈസ്കൂളുണ്ട്. അങ്ങനെ സ്കൂളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. 2 കിലോമീറ്റർ. ആനന്ദാശ്രമം നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അമ്പലതാകണം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറന്നക്കാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. കാഞ്ഞങ്ങാട് എത്തിയാൽ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. മുസ്ലിം പള്ളി ഇവിടെ അടുത്ത് തന്നെ ആറങ്ങാടി എന്ന് പറഞ്ഞ അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ, 1.5 കിലോമീറ്റർ കൂടി ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഉള്ളിൽ തന്നെ മുസ്ലിം പള്ളി ഉണ്ട് അല്ലേ. ഇനി നമുക്ക് താഴെ പോയിട്ട് നമുക്ക് പുറത്ത് മുറ്റത്ത് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ. അപ്പോൾ വീടിന്റെ മൊത്തത്തിലുള്ള കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണാം. പോയോക്കാം. ഇനി ഇങ്ങോട്ട് വരി. നമുക്ക് ഇനി ഇതിലൊക്കെ മൊത്തത്തിലൊന്ന് നടന്ന് കാണട്ടോ. ചുറ്റുപാടും ഇതാക്കണം. നമുക്ക് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതാക്കണം. ഇവിടെ ഒരു പട്ടീനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. മേലൊക്കെ ഫുള്ള് വാർത്തതാണ്. പിന്നെ ഇനി ചെറിയ മീൻകുട്ടികളൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു അക്വേറിയം പോലെയൊക്കെ ആക്കാനുള്ള അതിനുള്ള ഒരു ടാങ്കെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇങ്ങോട്ട് വരി.
ഈ സൈഡിൽ നമുക്ക് ചെടികളെല്ലാം നടാനോ പച്ചക്കറികൾ അങ്ങനെയൊക്കെ നടാനുള്ള ഒരു ഗ്യാപ്പ് ഈ ഭാഗത്തുണ്ട്. പിന്നെ മുറ്റത്തിൻ്റെ സൈഡിൽ ഇതാക്കുന്ന തിണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, കളമെല്ലാം തിരിച്ച് കെട്ടിയേക്കുന്നതാണ്. പിന്നെ നല്ല കായ്ക്കുന്ന തെങ്ങ് ഒരു 3ഓളം തെങ്ങുണ്ട് ഇതേപോലെ നമ്മളെ പറമ്പിൽ. വീട്ടിലേക്ക് ആവശ്യത്തിന് കറിക്ക് കൂട്ടാനൊക്കെ ഉള്ള തേങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ കണ്ടതാണ് കിണർ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അലക്കുകല്ലെല്ലാം ഉണ്ട് ഈ സൈഡിലേക്ക്. പിന്നെ ഇതാക്കണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും മിറ്റം ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എന്തെങ്കിലും നടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നടാനൊക്കെ പറ്റും. പച്ചക്കറി സാധനങ്ങളോ ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളോ അങ്ങനെയൊക്കെ നടാനുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ബാക്ക് സൈഡിലോട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വിറകെല്ലാം അടുക്കി വെക്കാനുള്ള അതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്ന. ഒരു തറയെല്ലാം കെട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഷെഡാക്കി കഴിഞ്ഞാൽ വിറകെല്ലാം എടുത്ത് വെക്കാനുള്ള വിറക് വരെല്ലാം ആക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു കവുങ്ങുണ്ട്, പിന്നെ ഒരു തെങ്ങുണ്ട്, കായ്ക്കാനായ തെങ്ങുണ്ട്. പിന്നെ ഈ കാണുന്ന ആപ്പിൾ ചാമ്പക്കേൻ്റെ മരം കേട്ടോ. ഇതുമ്പോൾ നിറയെ കായ പിടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കായ പിടിക്കുന്നുണ്ട് കേട്ടോ. ആ വലിയ ചാമ്പക്കല്ലേ ആപ്പിൾ ചാമ്പക്ക, അതിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ മരമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ വരുമ്പോൾ ഇവിടെ ഒരു തെങ്ങുണ്ട്, ഇതിമൊരു തേങ്ങയെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇത് കണ്ടില്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നേരെ നമ്മൾ തിരിച്ച് ഫ്രണ്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. വീട് സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. അപ്പോൾ ചങ്കളെ എങ്ങനെയുണ്ട് വീട് സ്ഥലമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ, അതുപോലെ തന്നെ നമുക്ക് ജില്ലാ ആശുപത്രിൻ്റെ അടുത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 7.25 സെൻറ്റ് സ്ഥലം. ഈ കാണുന്ന 2 നിലയുള്ള 3 ബെഡ്റൂമുള്ള നല്ല കിടക്കാച്ചി വീടാണ്. പാർട്ടി ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 80 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട്. ഞങ്ങളുടെ നമ്പർ 9895181886. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ കാഞ്ഞങ്ങാട് ഏരിയയിലോ ഈ കാസർഗോഡ് ജില്ലയിലെ ഏരിയയിലൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.